ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വിഷയമാണ് നമ്മൾ പറയുന്നത്. യൂട്യൂബിൽ ഏത് വഴി അപ്ലോഡ് ചെയ്താലാണ് കൂടുതൽ വ്യൂസ് ലഭിക്കുക? നമ്മളൊക്കെ വ്യത്യസ്ത മാർഗങ്ങളിലൂടെ യൂട്യൂബിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നവരായിരിക്കും. ചിലർ യൂട്യൂബ് ആപ്പ് വഴിയായിരിക്കും, ചിലർ YT സ്റ്റുഡിയോ വഴിയായിരിക്കും, ചിലർ ഡെസ്ക്ടോപ്പ് വേർഷൻ ക്രോം വഴിയായിരിക്കും. ഇത് തന്നെ ലാപ്ടോപ്പിലും സെയിം ഓപ്ഷനാണ്. ഡെസ്ക്ടോപ്പ് വേർഷനിൽ ക്രോമിൽ ഡെസ്ക്ടോപ്പ് വേർഷൻ വഴി അപ്ലോഡ് ചെയ്യുന്ന അതേ ഓപ്ഷൻ തന്നെയാണ് നമുക്ക് സിസ്റ്റത്തിലും ലഭിക്കുന്നത്. അപ്പോൾ ഒരു 3 ഓപ്ഷൻ ഇപ്പം നമുക്ക് ഇവിടെ വെക്കാം. ഇതിൽ ഏത് വഴി അപ്ലോഡ് ചെയ്താലാണ് നമുക്ക് കൂടുതൽ വ്യൂസ് ലഭിക്കുക? ഒരുപാട് പേർക്കുള്ളൊരു കൺഫ്യൂഷൻ ആണിത്. ഇപ്പം നമ്മൾ യൂട്യൂബ് ആപ്പ് വഴി അപ്ലോഡ് ചെയ്യുന്നവരാണെങ്കിൽ കൂടെ നമുക്കൊക്കെ ഒരു സംശയം ഉണ്ടായിരിക്കും, YT സ്റ്റുഡിയോ ആപ്പ് വഴി അപ്ലോഡ് ചെയ്തിരുന്നെങ്കിൽ കൂടുതൽ വ്യൂസ് വരുമായിരുന്നോ? നമ്മളോടൊക്കെ ഒരുപാട് ആളുകൾ അവർക്ക് വ്യൂസ് വരുന്നത് ഈ രീതിയിൽ അപ്ലോഡ് ചെയ്യുമ്പോഴാണ് എന്നൊക്കെ പറയുന്നുണ്ടാകും, നമ്മൾ പല രീതിയിൽ കേൾക്കുന്നുണ്ടാകും. അപ്പൊ ഇവിടെ ഒരുപാട് പേർക്കുള്ള ഒരു സംശയമാണ്, ഞാൻ തിരഞ്ഞെടുത്തത് യൂട്യൂബ് ആപ്പ് അല്ലെങ്കിൽ YT സ്റ്റുഡിയോ വഴിയാണ്. ഇത് ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് എനിക്ക് ബുദ്ധിമുട്ടുണ്ടോ? എന്റെ വ്യൂസ് കുറയുന്നുണ്ടോ? അതല്ല, ഞാൻ മറ്റൊരു ഓപ്ഷൻ തിരഞ്ഞെടുത്തിരുന്നെങ്കിൽ എനിക്ക് വ്യൂസ് കൂടുമായിരുന്നോ? ഈ രീതിയിൽ ചിന്തിക്കുന്ന ഒരുപാട് പേർക്കുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരു സംശയം ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഈ ഒരു വിഷയം പറയുന്നത്. ഒരുപാട് പേര് ഇങ്ങനെ വ്യത്യസ്ത മാർഗങ്ങൾ പരീക്ഷിച്ച് നോക്കുന്നുണ്ട്. യൂട്യൂബ് ആപ്പ് വഴി കുറച്ച് വീഡിയോസ് അപ്ലോഡ് ചെയ്ത ശേഷം YT സ്റ്റുഡിയോ ട്രൈ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഡെസ്ക്ടോപ്പ് വേർഷൻ ഒക്കെ പലരും പറഞ്ഞത് കേട്ടിട്ട്. അപ്പൊ അതിൽ നിങ്ങൾക്ക് വ്യത്യാസം ഫീൽ ചെയ്തേക്കാം. പലരും അങ്ങനെ അവരുടെ എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് ഇത് പലരോടും ഷെയർ ചെയ്യുന്നത്. അപ്പൊ യൂട്യൂബിൽ ഇതെങ്ങനെ എഫക്ട് ചെയ്യുന്നു? യൂട്യൂബ് ഇതിനെ കുറിച്ച് എന്താണ് പറയുന്നത്? യൂട്യൂബിൽ അങ്ങനെ ഒരു പ്രത്യേക മാർഗം വഴി അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ വ്യൂസ് കൂടുമോ എന്നുള്ളതാണ്. അതായത് ഇവിടെ നമുക്ക് ആദ്യം തന്നെ പറയാം, ഏത് വഴി അപ്ലോഡ് ചെയ്യുന്നു എന്നതിലല്ല കാര്യം. നിങ്ങൾ ഏത് വഴി യൂട്യൂബിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്താലും യൂട്യൂബിന് അതൊരു വിഷയമല്ല. പകരം യൂട്യൂബിൽ നമ്മൾ ആ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ കുറച്ച് ഓപ്ഷൻസുകൾ നമുക്ക് കൊടുക്കേണ്ടതുണ്ട്. അതെല്ലാം പെർഫെക്റ്റ് ആയിട്ട് കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്. അപ്പൊ നിങ്ങൾക്ക് യൂട്യൂബ് വഴി അപ്ലോഡ് ചെയ്യാം, അതുപോലെ YT സ്റ്റുഡിയോ വഴി അപ്ലോഡ് ചെയ്യാം, ഡെസ്ക്ടോപ്പ് വേർഷൻ വഴിയും അപ്ലോഡ് ചെയ്യാം. പക്ഷെ നിങ്ങൾ അങ്ങനെ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയുടെ ക്വാളിറ്റി അത് ആദ്യം നോക്കണം. നമ്മൾ ഇടുന്ന വീഡിയോയുടെ ക്വാളിറ്റി അനുസരിച്ചാണ് നമുക്ക് വ്യൂസ് വരുന്നത്. അത് ആരിലേക്ക് പോകുന്നു, ഇംപ്രഷൻ ആരിലേക്ക് പോകുന്നു, അതിൽ എത്ര പേര് ക്ലിക്ക് ചെയ്യുന്നു, ഓഡിയൻസ് റിട്ടൻഷൻ, അതുപോലെ നമ്മൾ ഉപയോഗിക്കുന്ന തമ്പനെയിൽ, ഇതൊക്കെ പെർഫെക്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏത് വഴി അപ്ലോഡ് ചെയ്താലും കുഴപ്പമില്ല. പക്ഷെ ഇവിടെയും ഏതാണ് ബെസ്റ്റ് വഴി എന്ന് പലരും ചോദിക്കാറുണ്ട്. അപ്പൊ അങ്ങനെ ഒരു ബെസ്റ്റ് വഴി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾക്കിപ്പോൾ ഒരു സിസ്റ്റം ഉണ്ടെങ്കിൽ ഞാൻ പറയും, നിങ്ങൾ സിസ്റ്റം വഴി അപ്ലോഡ് ചെയ്യും, അതായത് ക്രോം വഴി. ഞാൻ എന്തുകൊണ്ട് അത് പറയുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ക്രോം വഴി നിങ്ങൾ അപ്ലോഡ് ചെയ്യുമ്പോൾ യൂട്യൂബിൽ ആ ഒരു വീഡിയോയുടെ എല്ലാ ഓപ്ഷൻസുകളും നമുക്ക് അവിടെ കൊടുക്കാൻ കഴിയും. കാരണം എൻഡ് സ്ക്രീന്, അതുപോലെ നമുക്ക് മിഡ്രോൾ ആഡ്സുകൾ, ബ്രേക്ക് പോയിന്റുകൾ ആഡ് ചെയ്യാം, തമ്പനെയിലും, അങ്ങനെ എല്ലാ ഓപ്ഷൻസുകളും നമുക്ക് അവിടെ കൊടുക്കാൻ കഴിയും. ഇത് തന്നെ യൂട്യൂബ് വഴിയും ചെയ്യാം. പക്ഷെ യൂട്യൂബ് വഴി അപ്ലോഡ് ചെയ്യുമ്പോൾ ഒരു പ്രശ്നമുള്ളത്, എൻഡ് സ്ക്രീനും അതുപോലെ ബാക്കി കുറെ ഓപ്ഷൻസുകൾ നമുക്ക് അവിടെ ആഡ് കാർഡ്സ് ഒന്നും കൊടുക്കാൻ കഴിയുന്നില്ല. അത് തന്നെ YT സ്റ്റുഡിയോയിലും ഇത് തന്നെയാണ്. അപ്പൊ ഇതിനൊക്കെ നമുക്ക് പരിഹരിക്കാൻ ചില ടിപ്സുകൾ നമുക്ക് ഉപയോഗിക്കാം. നമുക്ക് യൂട്യൂബിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നവരാണെങ്കിൽ നമുക്കത് അൺലിസ്റ്റഡ് ആയിട്ട് അപ്ലോഡ് ചെയ്യാം. അതിനുശേഷം നമുക്ക് YT സ്റ്റുഡിയോയിൽ വന്നിട്ട് ബാക്കി തമ്പനെയിലും അല്ലെങ്കിൽ ടൈറ്റിൽ, ഡിസ്ക്രിപ്ഷൻ ഒക്കെ പെർഫെക്റ്റ് ആണോ എന്ന് നോക്കുന്നു. അതുപോലെ ക്രോം വഴി നമ്മൾ ഓപ്പൺ ചെയ്ത് എൻഡ് സ്ക്രീന്, കാർഡ്സ്, മിഡ്രോൾ ഒക്കെ സെറ്റ് ചെയ്ത ശേഷം നമുക്ക് പബ്ലിക് ആക്കാം. അപ്പൊ നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്തത് യൂട്യൂബ് വഴിയാണ്. ഇനി അതല്ല, നമ്മൾ YT സ്റ്റുഡിയോ ആപ്പ് വഴിയാണ് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത് എന്ന് വിചാരിക്കുക. അവിടെ നമുക്ക് ഒരുപാട് ഓപ്ഷൻസുകൾ ഉണ്ട്. അപ്പോഴും നമുക്ക് പരിപൂർണമായിട്ടുള്ള എല്ലാ ഓപ്ഷൻസുകളും നമുക്ക് കൊടുക്കാൻ കഴിയുന്നില്ല. നേരത്തെ പറഞ്ഞ പോലെ എൻഡ് സ്ക്രീന്, കാർഡ്സ്, മിഡ്രോൾസിന്റെ ഒക്കെ ഒരു ആഡ് ബ്രേക്ക് പോയിന്റുകൾ എക്സ്ട്രാ ആഡ് ചെയ്യാനൊന്നും നമുക്ക് കഴിയുന്നില്ല. അതുപോലെ നമുക്ക് മോണിറ്റൈസേഷൻ ഓൺ കൊടുക്കുമ്പോൾ ഒരു ഡിക്ലറേഷൻ കൊടുക്കാനുണ്ട്. അതായത് നമ്മുടെ ആ ഒരു റേറ്റിംഗ്, അതും ഇങ്ങനെ ഈ ഒരു ഓപ്ഷന് ക്രോം വഴി അപ്ലോഡ് ചെയ്യുമ്പോൾ മാത്രമാണ് നമുക്ക് കൊടുക്കാൻ കഴിയുന്നത്. അതുപോലെ ആൾട്ടേഡ് കണ്ടന്റിന്റെ ഒരു ഓപ്ഷനൊക്കെ, ഇങ്ങനെ ഒരുപാട് ഓപ്ഷൻസുകൾ നമുക്ക് ക്രോം വഴി ഓപ്പൺ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ക്രോം വഴി അപ്ലോഡ് ചെയ്യുമ്പോഴാണ് കൊടുക്കാൻ കഴിയുന്നത്. അപ്പൊ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് പറ്റുന്ന രീതി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും, നിങ്ങൾക്ക് ക്രോം വഴി അപ്ലോഡ് ചെയ്യാമെന്നുള്ളത്. അങ്ങനെ നിങ്ങൾ ക്രോം വഴി അപ്ലോഡ് ചെയ്തത് കൊണ്ട് നിങ്ങൾക്ക് വ്യൂസ് കൂടുതൽ കിട്ടും എന്നല്ല ഞാൻ പറഞ്ഞത്. അതല്ലെങ്കിൽ മറ്റു വഴി നിങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ കുറയും എന്നുള്ളതല്ല. ക്രോമിൽ നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഓപ്ഷൻസുകളൊക്കെ വളരെ ഈസി ആയിട്ട് കൊടുക്കാം എന്നുള്ളതാണ്.
ഇനി നമുക്ക് ഇതിന്റെ മറ്റൊരു വശം പറയാം. ഇപ്പൊ നിങ്ങളിൽ പലരും ചിന്തിക്കുന്നുണ്ടാകും, ഞങ്ങളൊക്കെ യൂട്യൂബ് ആപ്പ് വഴിയാണല്ലോ അപ്ലോഡ് ചെയ്യുന്നത്, അതല്ലെങ്കിൽ YT സ്റ്റുഡിയോ ആപ്പ് വഴിയാണ് അപ്ലോഡ് ചെയ്യുന്നത്, ക്രോം വഴി ചെയ്യാറില്ല എന്നുള്ളത്. അങ്ങനെ നിങ്ങൾ ചിന്തിച്ച് അതുകൊണ്ടാണ് വ്യൂസ് കുറയുന്നത് എന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട. കാരണം ഏറ്റവും കൂടുതൽ ആളുകൾ യൂട്യൂബ് വഴി, ആപ്പ് വഴി, അതല്ലെങ്കിൽ YT സ്റ്റുഡിയോ വഴി തന്നെയാണ് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത്. അങ്ങനെ അപ്ലോഡ് ചെയ്യുമ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, നിങ്ങൾ അൺലിസ്റ്റഡ് ആയിട്ടാണ് അപ്ലോഡ് ചെയ്യേണ്ടത്. അതിനുശേഷം നിങ്ങൾ കൊടുക്കുന്ന ടൈറ്റില്, ഡിസ്ക്രിപ്ഷന്, ടാഗുകൾ, നമ്മൾ കീവേഡ്സ് കൊടുത്തത്, എൻഡ് സ്ക്രീന്, കാർഡ്സ്, പ്ലേലിസ്റ്റ്, മാത്രമല്ല നമ്മൾ ഇതിൽ ഈ യൂട്യൂബിൽ എന്തെല്ലാം ഓപ്ഷൻസുകളുണ്ട് അതൊക്കെ ഫില്ല് ചെയ്ത ശേഷം, അതിൻ്റെ പ്രോസസ്സിങ് കംപ്ലീറ്റ് ആയ ശേഷം തംബ്നെയിൽ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ളത് തന്നെയാണോ എന്നുള്ളത് നോക്കി യൂട്യൂബിൽ ഒരു റെസ്ട്രിക്ഷൻസ് ഒന്നും ഇല്ല എന്ന് ഉറപ്പ് വരുത്തി, അതായത് ക്രോം വഴി നിങ്ങൾ വീണ്ടും ഓപ്പൺ ചെയ്ത്, നിങ്ങൾ യൂട്യൂബ് ആപ്പ് വഴി തന്നെയാണ് അപ്ലോഡ് ചെയ്തത്, അത് അൺലിസ്റ്റഡ് ആക്കി, എന്നിട്ട് ക്രോം വഴി നിങ്ങൾ എൻഡ് സ്ക്രീനും കാർഡ്സ് ഒക്കെ കൊടുത്ത ശേഷം നിങ്ങൾ വീഡിയോ പബ്ലിക് ആക്കി കഴിഞ്ഞാൽ അപ്പോൾ പിന്നെ നിങ്ങൾക്ക് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. സിസ്റ്റത്തിൽ അപ്ലോഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ക്രോമിൽ അപ്ലോഡ് ചെയ്യുന്ന അതേ ഒരു ഫെസിലിറ്റീസ്, അതിലുള്ള എല്ലാ ഓപ്ഷൻസുകളും നിങ്ങൾ കൊടുത്തു കഴിഞ്ഞു. അതുകൊണ്ട് ഇങ്ങനെ അപ്ലോഡ് ചെയ്തത് കൊണ്ട് നിങ്ങൾ ടെൻഷൻ ആകേണ്ട കാര്യമില്ല. അപ്പൊ നമ്മൾ ഏത് രീതിയിൽ അപ്ലോഡ് ചെയ്യുന്നു എന്നുള്ളതല്ല, അപ്ലോഡ് ചെയ്ത് പബ്ലിക് ആക്കുന്നതിന് മുന്നേ നമ്മൾ കൊടുക്കേണ്ട എല്ലാ ഓപ്ഷൻസുകളും കൊടുത്തോ എന്നുള്ളതാണ് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. ഇങ്ങനെ നിങ്ങൾ ആ ഒരു വീഡിയോ പബ്ലിക് ആക്കി കഴിഞ്ഞാൽ ഇപ്പൊ നമ്മുടെ ഭാഗത്ത് നിന്ന് ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തിട്ടുണ്ട്. പിന്നെ വ്യൂസ് വരുന്നതും വരാത്തതൊക്കെ നിങ്ങളുടെ ചാനലിന്റെ മറ്റ് ഘടകങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. അതിപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയുന്നില്ല, നമ്മൾ കുറച്ച് മുന്നേയുള്ള വീഡിയോസിലൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾക്കറിയാം നിങ്ങളുടെ ചാനലിൽ എങ്ങനെ, ഏത് തരം സബ്സ്ക്രൈബേഴ്സ് ആണ്, ഏത് തരം വ്യൂവേഴ്സ് ആണ് എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ യൂട്യൂബിന്റെ അൽഗോരിതം വഴി ഇംപ്രഷൻ ആർക്ക് പോയി, എവിടെ നിന്ന് വ്യൂസ് വരുന്നു എന്നുള്ളത്, എത്ര സമയം നിങ്ങളുടെ ഓഡിയൻസ് കാണുന്നു, CTR, ഓഡിയൻസ് റിട്ടൻഷൻ, ഇതൊക്കെ നോക്കിയിട്ടാണ് വ്യൂസ് വരുന്നത്. ഏത് വഴി അപ്ലോഡ് ചെയ്തു എന്നുള്ളതിലല്ല കാര്യം. ഇനി മുതൽ നിങ്ങൾ അയ്യോ ഞാൻ ഈ വഴിയാണ് വീഡിയോസ് അപ്ലോഡ് ചെയ്തത് അതുകൊണ്ട് എനിക്ക് വ്യൂസ് കുറയുന്നു എന്ന് ടെൻഷൻ അടിക്കേണ്ട കാര്യമല്ല. നമുക്ക് തന്നെ ചിലപ്പോൾ തോന്നും, ഞാൻ യൂട്യൂബ് ആപ്പ് വഴി അപ്ലോഡ് ചെയ്തപ്പോൾ വ്യൂസ് കൂടിയല്ലോ, അല്ലെങ്കിൽ YT സ്റ്റുഡിയോ വഴി ചെയ്തപ്പോൾ കൂടിയല്ലോ എന്നുള്ളതൊക്കെ അത് നമ്മുടെ ഒരു തോന്നൽ മാത്രമാണ്. നമ്മുടെ വീഡിയോന്റെ ക്വാളിറ്റിയും ബാക്കി കാര്യങ്ങളൊക്കെ അനുസരിച്ചാണ്. അതല്ല, നിങ്ങൾക്ക് അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ട്, എനിക്ക് യൂട്യൂബ് ആപ്പ് വഴി അപ്ലോഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് വ്യൂസ് കൂടുന്നത് എന്നുള്ളൊരു തോന്നൽ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ ആ വഴി തന്നെ അപ്ലോഡ് ചെയ്തോളൂ. കാരണം എക്സ്പീരിയൻസ് ഈസ് ദ ബെസ്റ്റ് ടീച്ചർ എന്നുള്ളതാണ്. പിന്നെ മാത്രമല്ല നമുക്കൊരു കോൺഫിഡൻറ്റും കിട്ടും. മാത്രമല്ല ഇനിയും നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഈ 3 വഴിയും നമുക്ക് മുന്നിൽ ഓപ്പൺ ആണ്. നമുക്ക് തന്നെ 3ലും അപ്ലോഡ് ചെയ്തിട്ട് നമുക്ക് തന്നെ ഡിസൈഡ് ചെയ്യാനും കഴിയും. അപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങളൊക്കെ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മാത്രമല്ല ഏത് വഴി അപ്ലോഡ് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് വ്യൂസ് കൂടുതൽ കിട്ടുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുന്നത് എങ്കിൽ നിങ്ങൾ അതൊന്ന് കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. അപ്പൊ നിങ്ങൾ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ ബെൽ ബട്ടണും കൂടി അമർത്തുക. അപ്പൊ മറ്റൊരു യൂസ്ഫുൾ ആയിട്ടുള്ള യൂട്യൂബ് ടിപ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.